പിന്നെ പൊതുവേ ഇത് കാണാനൊക്കെ എന്താ പറയുക, നല്ല വളരെ ഭംഗിയായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റാണ്. ഇനി ഈ മെഷീൻ ഉപയോഗിച്ച് തന്നെ ഇതിനെല്ലാം വണ്ടിക്കകത്ത് ഇതൊക്കെ ഒഴിവാക്കി കളയാം. ഇതെന്തായാലും കുറച്ച് ദിവസം ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലാണ്. ഈ ബാറ്ററി ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല എന്താ പറയുക കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ്. 20 വാട്ട്സാണ് ഇതിൻ്റെ കാണിക്കുന്നത്. സ്വിച്ച് ഓൺ ആയതിനു ശേഷം പിന്നീട് കാണിക്കുന്ന ആ പവർ കമാൻഡ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നേരത്തെ ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. ജോലി തിരക്കും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ചാനലിലേക്ക് നമുക്കൊന്ന് ആക്റ്റീവ് ആവാൻ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് ഏകദേശം നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, ഒരു എയർ ബ്ലോവറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നൊരു 1.5 വർഷമായി ഞാനൊരു ബ്ലോവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 1500 രൂപയോളം വില വരുന്ന ഒരു ബ്ലോവറായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 7-8 മാസം ഞങ്ങൾ യൂസ് ചെയ്തു. ഒരു 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റായി. അതും എന്താ പറയുക, വെടിയും പുകയൊക്കെ വന്നു. ചുരുക്കത്തിൽ എന്തായാലും അത് ഡാമേജായി. അതിനുശേഷം ഞങ്ങളത് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, അങ്ങനെ തന്നെ പറയാം. ബാറ്ററി എല്ലാം അടിച്ചു പോയി. അപ്പോൾ എന്തായാലും ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് പറഞ്ഞ കമ്പനി, നിങ്ങൾക്കറിയാം ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് പറഞ്ഞ കമ്പനി നല്ല കമ്പനിയാണെന്നുള്ളതും അത്യാവശ്യം നല്ല ബ്രാൻഡഡായിട്ടുള്ള സാധനമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. മറ്റേതിൽ നിന്ന് വില കുറേ കൂടുതലാണ്. അപ്പോൾ വിലയും ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കൊരു പക്ഷേ തോന്നാം, മുറ്റം തൂക്കുന്നതിന് വേണ്ടി മാത്രമാണോ ഇത് ഉപയോഗിക്കുന്നതെന്ന് തോന്നാം. ശരിക്കും പറഞ്ഞാൽ മുറ്റം തൂക്കുന്നത് എന്താ പറയുക, നടന്നു തന്നെ മുറ്റം തൂക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരീരത്തിനുമൊക്കെ നല്ലതാണെങ്കിൽ പോലും ഞങ്ങളിത് വാങ്ങിച്ചതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല. നമ്മുടെയൊക്കെ വീടുകളിൽ പൂച്ച, പട്ടി, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ യഥേഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്മുടെ മുറ്റത്തായാലും പരിസരത്തായാലും നമ്മളിത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അതിൻ്റെ രോമങ്ങളൊന്നും പോകത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബ്ലോവർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് യഥേഷ്ടം നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ പരിസരത്തുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ഈ മുറ്റത്തുള്ള ഇത്തരത്തിലുള്ള ഈ പട്ടിയുടെയും പൂച്ചയുടെയും ഇപ്പോൾ ഇത്തരത്തിലുള്ള രോമങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് എടുത്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം മുറ്റം തൂക്കാൻ മടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരുപക്ഷെ മുറ്റമൊക്കെ തൂക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല പവറുള്ള നല്ല ബ്രാൻഡഡായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും അൺബോക്സിങ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വീണ്ടും പറയുന്നു, പഴയതിൽ വാങ്ങിച്ചതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. എങ്കിൽ പോലും എന്താ പറയുക, നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അതുപോലെ തന്നെ ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും തന്നെയല്ല. ഞാൻ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അല്ലാതെ എനിക്കിത് അൺബോക്സ് ചെയ്യാനോ ഒന്നും കമ്പനി തന്നതോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. അങ്ങനെ നിങ്ങൾ ആരും ധരിക്കരുത്. ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നിട്ടാണ് ഇത് വാങ്ങിച്ചത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ വിശദമായ രീതിയിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തി. ഇതിൻ്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു കാർട്ടൂണൊക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ഇതിനുള്ളിൽ കാണാം. നിരവധി പവർ ടൂളുകൾ, ആക്സസറീസ്, ഹാർഡ്വെയർ, വീട്ടുപകരണങ്ങൾ എന്നിവയെല്ലാം നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് ബ്ലാക്ക് ആൻഡ് ഡെക്കർ. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. ബാൾട്ടിമോറിന് വടക്ക് മേരിലാൻഡ് ടോപ്സിലാണ് ഇതിൻ്റെ ആസ്ഥാനം. 1910 ഈ കമ്പനി സ്ഥാപിതമായത്. 2010 മാർച്ചിൽ ബ്ലാക്ക് ആൻഡ് ഡെക്കർ സ്റ്റാൻലി കമ്പനിയുമായി ചേർന്ന് സ്റ്റാൻലി ബ്ലാക്ക് ആൻഡ് ഡെക്കറായി മാറി. ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 10,698 രൂപയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ തന്നെ കുറേ കടകളിൽ അന്വേഷിച്ച സമയത്ത് ഏതാണ്ട് 8,000 മുതൽ 10,000 വരെയുള്ള റേറ്റുകളാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഈ സാധനം ഓർഡർ ചെയ്തു. 5,999 രൂപ, ഏകദേശം 6,000 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. അമ്മുവും ടോബിയും കൂടാണ് അൺബോക്സ് ചെയ്യുന്നത്. ടോബി വല്ലതും കഴിക്കാൻ വല്ലതും ഉണ്ടെന്നാണ് ഇതിനകത്ത് നോക്കുന്നത്. അങ്ങനെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററുണ്ട്. ആ അഡാപ്റ്ററും ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ തന്നെയാണ്. അതിനകത്ത് അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ വ്യക്തമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ആ ഗ്രീൻ ലൈറ്റും പവർ കുറവാണെന്നുണ്ടെങ്കിൽ റെഡ് ലൈറ്റ് കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള കമ്പനി തന്നെ തന്നിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ തന്നെ അഡാപ്റ്ററുണ്ട്. അതിനുശേഷം ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയാണ്. ഈ ബാറ്ററി ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല എന്താ പറയുക കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ്. 20 വാട്ട്സാണ് അതിൻ്റെ പവർ കാണിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല, പക്ഷേ ഈ ഒരു ഒറ്റ ബാറ്ററി മാത്രമേ ഉള്ളൂ. അഡീഷണൽ ഒന്നും മാറ്റി കൊടുക്കാനായിട്ടുള്ള ബാറ്ററി ഇല്ല. നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ഒറ്റ ബാറ്ററി മാത്രമാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഇതിൻ്റെ മെയിൻ മോട്ടറും മറ്റു കാര്യങ്ങളും. ഇതിൻ്റെ ഒരു ഫിനിഷസ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോഴറിയാം.
ലോക്കൽ സാധനമല്ല. ബ്ലാക്ക് ആൻഡ് ഡക്കർ എന്ന് പറഞ്ഞ കമ്പനി ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് വ്യക്തമായ രീതിയിൽ അറിയാം. ഇതിൻ്റെ ഒരു ഫിനിഷസ് തന്നെ കാണാൻ വളരെ എന്താ പറയുക ഭംഗിയാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലേക്ക് കാണിക്കുന്നത് സ്വിച്ച്, അതുപോലെ അതിൻ്റെ തൊട്ട് മുമ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് സ്വിച്ച് ഉള്ളതെന്ന് പറയുന്നത് പവർ കമാൻഡാണ്. അതിനകത്തോട് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. എത്രമാത്രം ഫോഴ്സിലേക്ക് നമുക്ക് എയർ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സൈഡിലാണ് പിന്നെ ബാറ്ററി അതിനകത്ത് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം ബാറ്ററി അറ്റാച്ച് ചെയ്യുന്നതും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഈ ഒരു സൈഡിൽ അതിന് കറക്റ്റായിട്ട് ആ ഗ്രൂ അനുസരിച്ച് തന്നെ നമുക്ക് ഇടാൻ പറ്റും. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇത്തരത്തിലുള്ള ബാറ്ററി ഇത് ഈസിയായ രീതിയിൽ നമുക്കിങ്ങനെ പുറത്തേക്കൊന്ന് പുഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഓൾറെഡി ലോക്കാവും. പിന്നീടുള്ളത് എന്ന് പറയുന്നത് ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ലോങ്ങായിട്ട് നമുക്ക് എന്താ പറയുക മുറ്റം തൂക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് കണക്റ്റ് ചെയ്യുന്നത് വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒരു റൗണ്ട് കളറുള്ള ഒരു ഹോളുണ്ട്. ആ ഹോളിനകത്ത് കറക്റ്റായിട്ട് ആ ക്ലിപ്പ് വീഴും. അതുപോലെ തന്നെ റിലീസ് ചെയ്യുന്നതിനും ആ ഒരു ഓറഞ്ച് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരിയെടുക്കാം. പിന്നെ പൊതുവേ ഇത് കാണാനൊക്കെ എന്താ പറയുക വളരെ ഭംഗിയായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റാണ്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം കാണിക്കുന്നത് സ്വിച്ച് ഓൺ ആയതിനു ശേഷം പിന്നീട് കാണിക്കുന്ന ആ പവർ കമാൻഡ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് ഇഷ്ടംപോലെ ഞങ്ങളുടെ ടോബിയുടെയൊക്കെ രോമങ്ങളാണ് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം നമ്മുടെ ഷൂറാക്കിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ എല്ലാം ഇഷ്ടം പോലുണ്ട്. അപ്പോൾ അത് നമ്മൾ സാധാരണ ചൂല് കൊണ്ട് അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്ത് പോകത്തില്ല. പക്ഷേ ഇതുകൊണ്ടൊക്കെ ഈസിയായ രീതിയിൽ ഇത് നമുക്കെടുത്ത് പുറത്ത് കളയാൻ പറ്റും. പിന്നെ അതൊന്ന് ഉപയോഗിച്ച് പഠിക്കണം എന്നുള്ളതാണ്. എല്ലാം ഈസിയാണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞാലും എന്താ പറയുക അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ആവണം. ഈസിയായ രീതിയിൽ കരിയിലയും ഒക്കെ നമുക്ക് മുറ്റത്തുനിന്ന് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കകത്തുള്ള ഡസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഈസിയായി ഇതേ രീതിയിൽ തന്നെ നമുക്കിതിനെ ഈ മെഷീൻ ഉപയോഗിച്ച് തന്നെ ഇതിനെല്ലാം വണ്ടിക്കകത്തുനിന്ന് ഇതൊക്കെ ഒഴിവാക്കി കളയാം. ഇതെന്തായാലും കുറച്ച് ദിവസം ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലാണ്. അത് തന്നെയല്ല, ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25-30 മിനിറ്റോളം ഇതിൻ്റെ ചാർജ് നിൽക്കും. നമ്മളെന്തായാലും ഒരു അരമണിക്കൂറൊന്നും കണ്ടിന്യൂ നമ്മുടെ മുറ്റമൊക്കെ തൂക്കേണ്ടതായ ഒരു സാഹചര്യം വരത്തില്ല. കാരണം ഈ മെഷീൻ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കൂടി ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് ഫ്ലിപ്കാർട്ടിലൂടെ ഈ സാധനം ഓർഡർ ചെയ്യാം. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൈസ് വെച്ചിട്ട് ഓൺലൈൻ വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടെ ലാഭം. അതെന്ത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. അപ്പോൾ പരമാവധി ഈ ഒരു ബ്ലോവർ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മാസ്ക് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുവാൻ ശ്രമിക്കണം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.